അപ്പോൾ ഈ ഒരു കഥ നിങ്ങളിലോട്ട് വന്നപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ കേട്ട് ഇപ്പോൾ ആനിന് മാത്രമാണ് മുന്നേ ഫസ്റ്റ് മൂവി. ഇപ്പം നിങ്ങളാണെങ്കിൽ മുന്നേ കുറേ മൂവീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കഥ വന്നപ്പോൾ എന്താ നിങ്ങൾക്ക് തോന്നിയത് കഥ കേട്ടപ്പോൾ? കഥ കേട്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഞാൻ പറഞ്ഞു, ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു ഒരു ക്യാരക്ടറാണ്. അപ്പം നമുക്ക് അങ്ങനെ കുറെ ക്യാരക്ടേഴ്സ് എക്സ്പ്ലോർ ചെയ്യണം എന്ന് ഉണ്ടാവില്ല. കാരണം ആസ് എ ന്യൂ കമർ നമുക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് ഉണ്ടാവില്ല. ഒന്ന് കാലെടുത്ത് വെച്ചതേ ഉള്ളൂ ഇൻഡസ്ട്രിയിലേക്ക്. അപ്പൊ തീർച്ചയായിട്ടും നല്ല അവസരങ്ങൾ നമ്മൾ തേടി വരുമ്പോൾ അത് ഗ്രാബ് ചെയ്യാം. അത് ചെയ്യണമെന്നുണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു ഇതിലാണ് കള്ളം ചെയ്യാൻ. എന്താണ് നന്ദനെ ലൈക്ക് ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്തൊരു പോയിന്റ് ഈ സിനിമയില്? ഈ ഒരു ക്യാരക്ടർ തന്നെയാണ്. ഈ ക്യാരക്ടർ തന്നെയാണ് ഫസ്റ്റ് വന്നത് ഓർ കഥ കേട്ടിട്ട്? കഥയാണ് അനുരാം സർ ഡയറക്റ്റ് വന്നത്. ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട്, പെട്ടെന്നായിരുന്നു വന്നത്. ഒന്ന് ചിന്തിക്കാൻ അങ്ങനെ സമയം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു സർ കഥ കേൾക്കണം. അപ്പോൾ സർ പെട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ക്യാരക്ടർ കേട്ടപ്പോൾ തന്നെ എനിക്കൊന്ന് സ്ട്രൈക്ക് ആയി. നല്ല ക്യാരക്ടർ ആണല്ലോ, നല്ലൊരു സംഭവമാണ് ചെയ്യാന്ന് വിചാരിച്ചു. അഖിലിന് എന്ത് തോന്നി കഥ കേട്ടപ്പോ ഫസ്റ്റ് തന്നെ? ഇത് ഓൾറെഡി ഇപ്പോ അനുചേട്ടൻ എന്ന് പറയുന്നത് നമ്മളൊക്കെ ഫ്രണ്ട് സർക്കിളിലുള്ള ആൾക്കാരാണ്. നമ്മള് മറുവശം എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ ഒരു നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പൊ പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് കേൾക്കലും പറയലൊന്നുമില്ല. അങ്ങനെ ചേട്ടൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒരു സിനിമയുണ്ട്, ഇങ്ങനെ ഒരു ക്യാരക്ടറാണ്. പിന്നെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ വായിച്ചായിരുന്നു. സ്ക്രിപ്റ്റ് നല്ല രീതിയിൽ തന്നെ പോകുന്ന ഒരു എലമെന്റ് ഉണ്ടായിരുന്നു. ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു കഥാപാത്രം തന്നെയാണ്. ഒരു അഡ്വക്കേറ്റ് ക്യാരക്ടർ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. അതെ, പിന്നെ ബുദ്ധിയുടെ ആ ഒരു ഇതൊക്കെ വെച്ച് എങ്ങനെയെങ്കിലും ആവാലോ എന്നുള്ള രീതിയിലല്ലേ. ഓക്കെ, ആൻഡ് ഫസ്റ്റ് മൂവിയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് മൂവി? കഥ എങ്ങനെ വന്നു ഈ സിനിമയിലോട്ട്? ഞാൻ ലാസ്റ്റ് മൊമെന്റ് ആണ് വന്നത്. ലൈക് പെട്ടെന്ന് അവർക്ക് ഈ ഒരു ക്യാരക്ടറിനെ ചെയ്യാൻ പോകുന്ന കുട്ടിക്ക് എന്തോ എക്സാംസ് ഉണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് മൊമെന്റ് കുറച്ച് പ്രൊഫൈൽസ് കാണിച്ച് അതിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്ത് വിളിച്ചതാണ്. കഥയൊക്കെ ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ വന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് മൂവീസ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ പേടിയായിരുന്നു. കാരണം ഇവരെല്ലാരും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആക്ടേഴ്സിന്റെ കൂടെ എങ്ങനെയായിരിക്കും ഒരു റാഗ് ചെയ്തോ ഫസ്റ്റ് ചെയ്തിട്ടുണ്ട്? ശരിയാണ്. അപ്പൊ അതെ, ഷോർട്ട് ഫിലിംസിനേക്കാൾ കൊണ്ട് വലുതായും കൊണ്ടുള്ള ഒരു ടെൻഷൻ ബിഗ് സ്ക്രീൻ ആണല്ലോ. എല്ലാവരും നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പൊ ടേക്ക് ഒക്കെ പോകുമ്പോ എനിക്ക് ടെൻഷൻ നന്നായിട്ട് അൻഡ്രാമേട്ടനൊക്കെ നന്നായിട്ട് പ്രോംപ്റ്റ് സപ്പോർട്ടൊക്കെ ചെയ്ത്. എങ്ങനെയുണ്ടായിരുന്നു ഇവരൊപ്പുള്ള എക്സ്പീരിയൻസ്? ഭയങ്കര രസമായിരുന്നു. ഞാൻ ടോട്ടൽ ഒരു ചുമ്മാ പറയണ ഭയങ്കര രസമായിരുന്നു. എല്ലാരും എന്നെ പൊക്കി പറയണത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, ഓഫ് ദി സ്ക്രീൻ കോമ്പിനേഷൻസ് കൂടുതല്. ഓക്കെ, അപ്പം ഇപ്പം നമ്മുടെ ഈ മൂവിയിലാണെങ്കിലും കാസ്റ്റ് എന്ന് പറയുമ്പോൾ വേറെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. ആദിൽ ഇബ്രാഹിം, കൈലാഷ് ചേട്ടൻ, അങ്ങനെ കുറച്ച്. അവരൊപ്പമുള്ള എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതേപോലെ നമ്മളൊക്കെ വരുന്നതിന് മുന്നേ ഇൻഡസ്ട്രി ആൾക്കാരാണ് കൈലാഷ് ചേട്ടനും ആദിൽക്കേന്റെ ഒക്കെ ഈ ഫുഡ് ഡാൻസ് ഒക്കെ കാണുന്ന സമയത്ത് ഞാൻ ഫാനായിരുന്നു. അതെ, ആ സമയത്ത്. അപ്പൊ ഇവരുടെ കൂടെ അഭിനയിക്കാൻ പറ്റാന്ന് പറയുന്നത് ഈവൻ കൈലാഷ് സമയത്തല്ലേ മറ്റേ നീലത്താമരയുടെ സമയത്തൊക്കെ. ആ സമയത്ത് റൊമാൻറ്റിക് ഇട്ട് നിൽക്കുന്ന ഒരാളല്ലേ. ഞാൻ ഫോർത്ത് സ്റ്റാൻഡേർഡിലോ മറ്റോ ആണ് കാണുമ്പോ. അയ്യോ, കൈലാഷ് ചേട്ടന് പ്രായം കൂടുതലാണ്. പക്ഷെ എന്നാലും ഒരു ഇഷ്ടം തോന്നല്ലോ. ക്രഷിലുപരി ആർക്കാണെങ്കിലും അവരെ ക്യാരക്ടറിനോടൊരു ഇഷ്ടം തോന്നില്ല, അതുണ്ടായിരുന്നു. പിന്നെ നേരിട്ട് കാണുമ്പോൾ ഇവരെങ്ങനെയാണ് എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ട്. കൈലാഷ് ചേട്ടനൊക്കെ എങ്ങനെയാണ് എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. നമുക്കറിയില്ലല്ലോ ക്യാരക്ടർ ആയിട്ടുള്ള കൈലാഷ്. പക്ഷെ ആദിൽക്ക് അങ്ങനെയല്ല. ബിഫോർ ഡാൻസ് ഐ തിങ്ക് നമ്മള് ആങ്കേഴ്സ് ഒക്കെ ബിഹേവ് ചെയ്യുന്നത് നമ്മളെ ബിഹേവ് തന്നെയായിരിക്കും. പക്ഷെ ഭയങ്കര നല്ല ആളാണ് കൈലാഷ് ചേട്ടൻ. നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും.
ഒരുപാടങ്ങ് ഒരുമിച്ച് പെർഫോം ചെയ്യാനില്ലായിരുന്നെങ്കിലും നല്ല അങ്ങനെ ഒരു ന്യൂ കമർ അങ്ങനത്തെ ഒരു ട്രീറ്റ്മെന്റ് ഒന്നുമില്ല. നന്നായിട്ട് നല്ലോണം സംസാരിച്ചിട്ട് തന്നെ അഖിലിനോ എങ്ങനെയുണ്ടായിരുന്നു ഇവരൊക്കെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കൈലാഷൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലിന് ഇതുപോലെ അനുചേട്ടൻ്റെ ഒരു കമ്പനിക്കുള്ളിലുള്ള ആളാണ്, അതുകൊണ്ട് അറിയാം, നേരത്തെ തന്നെ അറിയാം. പിന്നെ ഷഹീൻ ഉണ്ടായിരുന്നു, ഷഹീൻ സിദ്ദിഖ്, പിന്നെ ജിയോ ബേബി സാറൊക്കെ ഉണ്ടായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാവരും. അത് ജിയോ ബേബി സാറിനെ പോലത്തെ ഒരു ഡയറക്ടർ, ലൈക്ക് ആക്ടറിനെക്കാളും ഒരു ഡയറക്ടറും കൂടിയാണ് ആള്. അപ്പൊ അവരൊപ്പം എങ്ങനെ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. കോമ്പിനേഷൻ ഷൂട്ട് ഉണ്ടായിരുന്നില്ല, എന്നാലും അവരായിട്ടുള്ള ആ ഒരു കമ്പനി നന്നായിരുന്നു. ആൻഡ് ഇവരുടെ കയ്യിൽ നിന്നൊക്കെ ടിപ്സ് ഒക്കെ കിട്ടിയോ, ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ അഭിനയിക്കണതൊക്കെ? എന്നാലും കൈലാഷ് ചേട്ടൻ്റെ ഒക്കെ ഇപ്പം കോമ്പിനേഷൻസ് ഉണ്ടായിരുന്നോ? കോമ്പിനേഷൻസ് ഇല്ലായിരുന്നു. പിന്നെ എന്റെ സ്കെഡ്യൂളിലപ്പോ അവരില്ലായിരുന്നു. മിസ്സായി പോയി. ആ ഒരു ചാൻസ് ഇല്ല ടൈമില്. ഓക്കെ.